കണ്ണൂർ ട്രെയിൻ തീവെപ്പിൽ ദുരൂഹത ഇല്ല എന്ന് ഉത്തരമേഖല ഐജി നീരജ് കുമാർ ഗുപ്ത. തീവെപ്പ് നടത്തിയ പശ്ചിമബംഗാൾ സ്വദേശി മാനസിക പ്രശ്നമുള്ള ആളാണ്. കൃത്യത്തിൽ മറ്റാർക്കും പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ല. ബീഡിയും തീപ്പെട്ടിയുമാണ് തീവെക്കാൻ ഉപയോഗിച്ചത്. മറ്റാർക്കും ഇതിൽ പങ്കുള്ളതായി തെളിഞ്ഞിട്ടില്ല എന്നും ഐജി പറഞ്ഞു. Prima facie, the motive of crime is this person is a wandering kind of person. As I told you, he is a habitual smoker. He used to smoke BD and he used this matchstick to burn the portion of the train. So far we could not get any relationship between this Elathur case and this case. However, investigation is going on. വിവരങ്ങളുമായി CV അനുമോദ് ചേർന്നു. അനുമോദ്, IG സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ എന്താണ്? കൂടുതൽ ദുരൂഹതകളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപർണ, പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ പോലീസ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ടുള്ളത്. ഒന്ന്, ഈ എലത്തൂർ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഈ ഒരു കേസിന് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതായിട്ട് ഈ കേസിൽ ഒറ്റ ആളെ ഇതുവരെ പിടിയിലായിട്ടുള്ളൂ. പ്രസോൺജിത് സിഗ്ജിത്ത് എന്ന പേരുള്ള ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശി. ഇയാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാളാണെന്ന് പറയുന്നു. ഇയാൾക്ക് പിന്നിൽ മറ്റാരും ഉണ്ടെന്ന് ഇതുവരെ പറയാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇതിലൊരു ദുരൂഹത, ഈ എലത്തൂർ തീവെപ്പ് കേസുമായി ഇതിന് ബന്ധമില്ല, ഇയാൾക്ക് പിന്നിൽ ബാഹ്യശക്തികളുണ്ടെന്ന് സ്ഥിരീകരിക്കാനുമായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ വലിയ ദുരൂഹതയില്ല എന്ന തരത്തിലേക്കാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ നിഗമനം ഉള്ളത്. ഇയാൾ പോലീസ് നൽകിയ വിവരങ്ങൾ ഇപ്രകാരമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്. ഇയാൾ മുമ്പ് ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിട്ടുണ്ട്, ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. തുടർന്ന് തലശ്ശേരിയിലെത്തി ഇയാൾ ഭിക്ഷ യാചിച്ചുകൊണ്ടായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്. തുടർന്ന് കണ്ണൂരിലെത്തി. പക്ഷേ ഇയാൾക്ക് ഈ ഭിക്ഷ യാചിച്ച് വേണ്ടത്ര പണമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇയാൾ മെൻ്റലി വല്ലാത്ത ഒരു ഡിസ്ട്രസ്ഡ് ആയ ഒരു കണ്ടീഷനിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ അതിനെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് തീ കത്തിച്ചിട്ടുള്ളതെന്ന് സംബന്ധിച്ച് പോലീസ് പറഞ്ഞത് ഇപ്രകാരമാണ്. ഇയാൾ ബീഡി വലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇയാളിൽ തീപ്പെട്ടി ഉണ്ടായിരുന്നു. ഈ തീപ്പെട്ടിയും ബീഡിയും ഒക്കെയാണ് ഈ ഒരു തീവെപ്പിനെ, ഈ ഒരു സംഭവത്തിന് പിന്നിൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഇന്ധനം അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്ടെന്ന് തീ കത്തിപ്പിടിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ സാന്നിധ്യം ഇതിൽ ഉണ്ടായിട്ടില്ല, ഇതുവരേക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. നിലവിൽ ഇയാളുടെ കസ്റ്റഡിയിലാണുള്ളത്. മറ്റു നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. തിരിച്ചറിയൽ പരേഡ് മറ്റും ഉള്ളത് കൊണ്ട് ഇയാളെ മുഖം വെളിപ്പെടുത്താനാകില്ല, അല്ലെങ്കിൽ ഇയാളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ളൊരു ദുരൂഹത, അല്ലെങ്കിൽ പോലീസ് തന്നെ ഇത് സംബന്ധിച്ച് ദുരൂഹതയില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ ഇതിൽ അന്വേഷണം നടത്തുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഇയാൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികളുണ്ടോ, മറ്റേതെങ്കിലും മോട്ടീവുകളുണ്ടോ എന്ന കാര്യവും ഇതുവരേക്കും പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. CV അനുമോദ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.